നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളെ കീഴടക്കാൻ കരുത്തുകൂടിയ മരുന്ന് വികസിപ്പിക്കാൻ ഒരുങ്ങി അമേരിക്കൻ ഗവേഷകർ. പക്ഷാഘാതം മദ്യപാന ആസക്തിയും കൂട്ടുമെന്ന് ഗവേഷകർ. പക്ഷാഘാതം മൂലം തലച്ചോറിൽ വരുന്ന മാറ്റങ്ങൾ മദ്യം കഴിക്കാൻ തോന്നിപ്പിക്കും എന്ന പഠനം. സംസ്ഥാനത്ത് ക്ഷയരോഗികളെ കണ്ടെത്താൻ വീടുകൾ തോറും പരിശോധന നടത്താൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ്. രോഗസാധ്യതയുള്ളവരുടെ പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരും. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ അഥവാ സൂപ്പർ ബഗ്സിനെ കീഴടക്കാൻ കരുത്തുകൂടിയ സൂപ്പർ മരുന്ന് വികസിപ്പിക്കാൻ ഒരുങ്ങി അമേരിക്കൻ ഗവേഷകർ. വാൻകോമൈസിൻ എന്ന ആന്റിബയോട്ടിക്കിന്റെ 1000 മടങ്ങ് ശക്തിയുള്ള പുതിയ പതിപ്പാണ് പരീക്ഷണശാലയിൽ ഒരുങ്ങുന്നതെന്ന് പ്രൊസീഡിംഗ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നു. 60 വർഷമായി ഉപയോഗത്തിലുള്ള വാൻകോമൈസിനോട് സൂപ്പർ ബഗുകൾ പ്രതിരോധ ശക്തി ഇതിനകം നേടിക്കഴിഞ്ഞു. അതിനാൽ ബാക്ടീരിയകളുടെ ത്രിമുഖ പോരാട്ടമാണ് വാൻകോമൈസിന്റെ പുതിയ പതിപ്പ് നടത്തുക. തന്മാത്രാ ഘടനയിൽ 3 മാറ്റങ്ങൾ വരുത്തിയാണ് വാൻകോമൈസിന്റെ കരുത്ത് കൂട്ടുന്നത്. ഇൻഫ്ലുവൻസ എന്ന രോഗത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പ്രിവെന്റീവ് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് ചക്രവർത്തിയാണ്. നമസ്കാരം ഡോക്ടർ. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമുക്ക് ആദ്യമായി അറിയാനുള്ളത് എന്താണ് ഈ ഇൻഫ്ലുവൻസ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഇപ്പോൾ ഇൻഫ്ലുവൻസ നമ്മുടെ ഈ പറയുന്ന ഒരു ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു തരം അസുഖമാണ്. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒരാളിൽ നിന്ന് പകർച്ചവ്യാധിയാണ്. അതൊരു വൈറസ് മൂലം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണിത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസയുടെ ഇപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു തരം ഇൻഫ്ലുവൻസ ആണ് നമ്മുടെ ഈ പറഞ്ഞ സ്വൈൻ ഫ്ലൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2500 പേരോളം ഈ പനിയിൽ ഈ വർഷം പരിശോധിച്ചതിൽ ഏകദേശം 500 പേരിൽ കേരളത്തിൽ ഈ പറയുന്ന ഇങ്ങനെ ഒരു അസുഖം സ്ഥിരീകരിക്കുകയും ഈ ഏകദേശം 40 പേരോളം മരണപ്പെട്ടു എന്നുള്ളതാണ് ഈ നമ്മുടെ കണക്കുകൾ പറയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അസുഖമാണിത്. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നതെന്ന് പറയാമോ? അതെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറസ് മൂലമുണ്ടാകുന്ന അസുഖമാണ്. ഇത് നമുക്കിപ്പോൾ പല രീതിയിൽ ഉണ്ട്. ഈ വൈറസ് നമ്മുടെ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസാണ് നമ്മുടെ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് 3 തരം വൈറസുകളുണ്ട്, എ, ബി, സി. അപ്പോൾ എയും ബിയുമാണ് കോമൺ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. അത് എയിൽ തന്നെ നമ്മൾ പല ടൈപ്പ്, നമ്മുടെ H1N1, H5N1, അപ്പോൾ H3N2 ഇങ്ങനെയുള്ള പല വ്യത്യാസങ്ങൾ. അതായത് ഈ എയിൽ ഒരു ആൻറ്റിജനെ ബേസ് ചെയ്ത് അതിൻ്റെ ഉണ്ടാകുന്ന ആൻറ്റിജൻ ഒരു ഹീമോഗ്ലൂട്ടിനിൻ, അതായത് ന്യൂറോമിനഡേസ് എന്ന് പറയുന്ന 2 തരം ഈ പറയുന്ന സർഫസ് ആൻറ്റിജനുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഇത് ചെയ്യുന്നത്. ഈ വൈറസ് ഇപ്പോൾ നമ്മുടെ H1N1 നോക്കിക്കഴിഞ്ഞാൽ ഒരു പാൻഡമിക്കായിട്ട് ലോകം മുഴുവനായിട്ട് ഒരു ലോകവ്യാപകമായിട്ട് ഒരു ഈ പറയുന്ന അസുഖം ഉണ്ടാക്കി പല ഏകദേശം 20 വർഷം ഇടവിട്ടൊക്കെ ഒരു പാൻഡമിക് എന്ന് പറയും. ഈ ലോകം, അതായത് നോക്കിക്കഴിഞ്ഞാൽ 1918 ഈ സ്പെയിനിലും 1957 ഏഷ്യയിലും 1968 ഹോങ്കോങ്ങിലും 2009 നമ്മുടെ ഈ പറയുന്ന മെക്സിക്കോയിലും ഒരു ഈ പറയുന്ന സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യാപിച്ചിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്കാണ് നമ്മുടെ ഈ H1N1. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അതായത് 2009 വന്നത് ഈ സ്വൈൻ ഫ്ലൂ, അതായത് ഈ പറഞ്ഞ പന്നി ഇന്ന് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഫ്ലൂ ആണ്. ഇപ്പോൾ ഇത് നമ്മൾ പകരുന്നത് ഈ പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ പകരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയും. അപ്പോൾ അതായത് ഈ നമ്മൾ തുമ്മുന്നതിൽ മൂലമോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ അപ്പോൾ അതിലുള്ള കണികകൾ, ഈ പറയുന്ന കണികകൾ അടുത്ത ആളിലേക്ക് പകരുകയും അപ്പോൾ ആ രീതിയിലാണ് സാധാരണ ഇത് പകരുന്നത്. ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ? ഇപ്പോൾ സാധാരണ നമ്മുടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ 3 തരം ഇതുണ്ട്. സീസണൽ ഫ്ലൂ ഉണ്ട്, ഈ പറയുന്ന സ്വൈൻ ഫ്ലൂ ഉണ്ട്, ഏവിയൻ ഫ്ലൂ ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സീസണൽ ഫ്ലൂ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സീസണൽ ഫ്ലൂ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ നോക്കി കഴിഞ്ഞാൽ പനിയുണ്ടാകും, പനിയും ജലദോഷം, ചുമ, ശരീരവേദന, ചില സമയത്ത് വയറ്റുവേദനയും ഇതും ഉണ്ടാകാം. സോ ഇതാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്. അതായത് ഒരു ഏകദേശം ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 1 to 5 days കൊണ്ട് ഈ പറയുന്ന പനി ഉണ്ടാകും, പനി മാറുകയും ചെയ്യും സാധാരണ സ്ഥിതിയിൽ. ഇതിൻ്റെ ചികിത്സ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഇതിന് നമ്മൾ ആൻറ്റിവൈറൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആൻറ്റിവൈറൽ സാധാരണ ഒസൽട്ടാമൈവർ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഇത് ഈ പറയുന്ന അങ്ങനെയുള്ള ഈ പറയുന്ന ഇത് കൺഫേം ചെയ്യുക അല്ലെങ്കിൽ ഇതാണെന്ന് ഇത് ചെയ്യുന്ന ഒരാൾക്ക് ഒസൽട്ടാമൈവർ 5 ദിവസത്തേക്ക് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിസ്ക് കൂടുതലുള്ളത് ഏത് വിഭാഗത്തിലാണ്? ഇപ്പോൾ കുട്ടികൾക്ക് ആണോ അല്ലെങ്കിൽ പ്രായം ചെന്നവർക്ക് ഈ രോഗം വന്നാൽ റിസ്ക് കൂടുതലുണ്ടോ? അതിനെക്കുറിച്ച് പറയാമോ? അതെ, നമ്മൾ ഈ ഇൻഫ്ലുവൻസ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ 2 തരം, ഇപ്പം നമുക്ക് 3 തരം ഞാൻ പറഞ്ഞു. സീസണൽ ഇൻഫ്ലുവൻസ ഉണ്ട്, സ്വൈൻ ഫ്ലൂ ഉണ്ട്, ഇപ്പോൾ ഈ പറഞ്ഞ ഏവിയൻ ഇൻഫ്ലുവൻസ. ഇപ്പോൾ ഏവിയൻ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ H5N1 നമ്മുടെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ എച്ചും എന്നും വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് എയിൽ H1 ഈ ഹീമോഗ്ലോബിനേസ് ന്യൂറോമിനേഡേസിൻ്റെ ആൻറ്റിജനെ വെച്ചിട്ടാണ് പല ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ടൈപ്പുണ്ട്. എച്ചിൽ ഏകദേശം 16ഓളവും, എന്നിൽ ഏകദേശം 9 ടൈപ്പ് ഓഫ് ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയസ് കോമ്പിനേഷനാണ് പല ഈ പറയുന്ന എന്താ പറയുക ആനിമൽസിലും ബേർഡ്സിലും അല്ലെങ്കിൽ ഹ്യൂമൻ ഇതിലൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു മേജർ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതങ്ങ് മാറിക്കൊണ്ടിരിക്കും, ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ജനറ്റിക് ചേഞ്ച് മൂലം ഈ പറയുന്ന ഒരു പെട്ടെന്നൊരുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് ഡ്രിഫ്റ്റ്. അപ്പോൾ ഈ അസുഖം നമ്മുടെ ഈ പറയുന്ന റിസ്കി ആയിട്ടുള്ള ആൾക്കാരിൽ ഒരു ഡെത്ത് ഉണ്ടാക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് എന്ന് പറയുന്നത് ഈ 18 മാസത്തിന് മുമ്പുള്ള കുട്ടികളും 65 വയസ്സിന് മേളിലുള്ള മുതിർന്നവർക്കും, അത് കൂടാതെ ഡയബറ്റീസ് മുതലുള്ള ക്രോണിക് അസുഖങ്ങളുള്ള, പിന്നെ നമ്മുടെ COPD ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക്, ക്യാൻസറുള്ള, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ബാക്കിയുള്ള മെറ്റബോളിക് അസുഖങ്ങൾ, വേറെ ഡയബറ്റീസ് പോലെയുള്ള മെറ്റബോളിക് അസുഖങ്ങളും, റീനൽ ക്രോണിക് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ പറയുന്ന ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ റിസ്ക് കൂടുതലുള്ള ആളുകൾക്കും ആ വിഭാഗത്തിനും സാധാരണ ചികിത്സ തന്നെ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കരുതൽ? അല്ല, അതാ നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലും അവരുടെ രോഗത്തിനും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. അതിൻ്റെ കൂടെ ഈ പറയുന്ന അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പല 3 ഗൈഡ് ലൈൻസ് ഉണ്ട്, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഡോക്ടർ, ഈ മറ്റുള്ള പനികളിൽ നിന്ന് അല്ലെങ്കിൽ വൈറസ് പരത്തുന്ന പനികളിൽ നിന്നും ഈ ഒരു അസുഖത്തെ മാറ്റി നിർത്തുന്നത്, അതിനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? അല്ല, അതാണ് പറഞ്ഞത്. നമ്മുടെ സാധാരണ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ 3 തരമുണ്ട് ഈ നമ്മുടെ ഇൻഫ്ലുവൻസ. സീസണൽ ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഫ്ലൂ ഇപ്പോഴേ ഈ പറഞ്ഞ സാധാരണ മഴക്കാലത്തും ഈ വിൻ്റർ സമയത്തും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ ഫ്ലൂ. സാധാരണ ബാക്കിയുള്ള ഈ പറഞ്ഞ അസുഖവുമായിട്ട് ഏകദേശം ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം സിമിലറാണ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം സിമിലറാണ്. അപ്പോൾ ഈ പറഞ്ഞ സാധാരണ ഫ്ലൂ അത്രത്തോളം പ്രശ്നമുണ്ടാകുന്നില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ H1N1 എന്ന് വെച്ചാൽ 2009 നമ്മുടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ആ മെക്സിക്കോയിൽ. അപ്പോൾ ആ ഒരു പാൻഡമിക് ലോകത്ത് ഈ പറഞ്ഞ ലോകം വ്യാപിച്ച് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായതിൻ്റെ അതിൻ്റെ ഒരു പോസ്റ്റ് പീരീഡാണ്. ഇപ്പോഴും സ്റ്റിൽ ആ പാൻഡമിക് മാറി, എന്നാലും അതിൻ്റെ ഒരു പോസ്റ്റ് ഇതായിട്ട് ഇപ്പോഴും ഇതുണ്ട്. അതാണ് നമുക്കിവിടെ ഇന്ത്യയിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള പനിയും ഈ പറയുന്ന ഈ ഒരു പകർച്ച എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ പെട്ടെന്ന് ഇതിലോട്ട് വരും. ഈ പറഞ്ഞ H5N1 നമ്മുടെ ബേർഡ് എന്നുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതുവരെ മനുഷ്യരിലോട്ട് പകരാനായിട്ടുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. ആ ഒരു ജനറ്റിക് പൊട്ടൻഷ്യലുണ്ട്, ഒരു പാൻഡമിക് ഒരിക്കൽ ഇതിന് ചേഞ്ച് ചെയ്ത് ഒരു ജനറ്റിക് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അത് ബേർഡിലാണ് ഈ പറഞ്ഞ H5N1 ഇൻഫ്ലുവൻസ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ഈ ജനറ്റിക് ചേഞ്ച് ഉണ്ടായി,
അത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പോകാനുള്ള സാധ്യത, ഒരു പൊട്ടൻഷ്യലുള്ള ഒരു വൈറസാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു വലിയൊരു പാൻഡമിക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഈ പറയുന്ന സാധാരണ ഈ പറയുന്ന പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു വൈറൽ ഇതാണ്. സാധാരണ സ്ഥിതിയിൽ 1 to 5 ഡേയ്സിനകത്ത് ഈ പറയുന്ന പനി മാറുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ പറയുന്ന റിസ്ക് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ഈ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ഇടവേളയാണ്. ഇടയ്ക്ക് ശേഷം ചർച്ച തുടരും. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഡോക്ടർ, ഇതിൻ്റെ ഈ ഇൻഫ്ലുവൻസ എന്ന രോഗം പടരുന്നത് എങ്ങനെയാണ്? അത് എത്ര ദിവസം കൊണ്ടാണ് പടരുന്നതെന്ന് വിശദീകരിക്കാമോ? ഈ പറഞ്ഞ ഇൻഫെക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകരുന്നത് ഏകദേശം 1 to 2 ഡേയ്സ് ആളുടെ ഇൻഫെക്ഷൻ ആ സിംറ്റംസ് വരുന്നതിന് 1 to 2 ഡേയ്സ് മുമ്പിലും സിംറ്റംസ് വന്നതിന് ശേഷം 1 to 2 ഡേയ്സിലുമാണ് ഭയങ്കര ഈ പറയുന്ന പകരാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു പീരീഡിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തുമ്മുന്നത് മൂലമോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്നീസ് ചെയ്യുമ്പോൾ മൂക്ക് ചീറ്റുന്നത് മൂലമോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ നിന്ന് ഈ ഡ്രോപ്ലെറ്റ്സ് ഇപ്പോൾ ഈ ഇതിൻ്റെ കണികകൾ മറ്റൊരാളിലേക്ക് എത്തുകയും അതിൽ കൂടെ ആ നമ്മുടെ ശ്വാസം വലിയ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കൂടെ നമ്മുടെ ശ്വാസകോശത്തിലെത്തുകയും ഈ ഒരു അസുഖം ഉണ്ടാവുകയും ചെയ്യുക. ഇപ്പോൾ നമുക്കിത് ചികിത്സ എടുത്തില്ലെങ്കിൽ ചില രോഗികൾ ചികിത്സ എടുക്കാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും വിശദീകരിക്കാം? അല്ല, ഇതിനുള്ള അതാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് ഇതിൽ കോംപ്ലിക്കേഷൻസ് റിസ്ക് കൂടുതലുള്ളവർക്കും വരാം. അല്ലാതെ നമുക്ക് ഈ പറയുന്ന സാധാരണ യൂഷ്വലി ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ റിസ്ക് കൂടുതലുള്ളവരിൽ ഡെത്ത് വരെ ഉണ്ടാകാം. അപ്പോൾ സാധാരണ സ്ഥിതിയിൽ ഇതിന് കോംപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ ന്യൂമോണിയ ഉണ്ടാകാം. ന്യൂമോണിയ മൂലമായിരിക്കും മിക്കവാറും ഡെത്തൊക്കെ ഉണ്ടാകുക. ന്യൂമോണിയ ഉണ്ടാകാം. ഈ പറഞ്ഞ പുർലൻ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കസ് നമ്മുടെ ശ്വാസകോശത്തിലുണ്ടാകുന്ന വേറൊരു ഇൻഫെക്ഷനാണ്. പിന്നെ സൈനസൈറ്റിസ്, നമ്മുടെ സൈനസിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ, ചെവിക്കകത്ത് ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻ. സോ ഇതൊക്കെ ഒരു സാധാരണ സ്ഥിതിയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ സാധാരണ ഗതിയിൽ ഈ ന്യൂമോണിയയാണ് കൂടുതൽ ഈ പറയുന്ന ഡെത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തണുപ്പ് കാലങ്ങളിലാണ് ഇതുപോലുള്ള അസുഖങ്ങൾ സാധാരണ കൂടുതലെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസയ്ക്കും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? മഴക്കാലങ്ങളിൽ ചില ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ നമ്മുടെ ഇത് കൂടുതലായിട്ടുണ്ട്. ബാക്കിയുള്ള ഈ പറയുന്ന നമ്മുടെ കോമൺ ഫ്ലൂ സാധാരണ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യയെ സമയത്തോളം എല്ലാ സമയത്തും ഈ പറയുന്ന ഈ ഇൻഫെക്ഷൻ നമ്മുടെ മഴ സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്തും നമുക്കിത് എൻഡമിക്കായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ശുചിത്വം നമുക്ക് സൂക്ഷിക്കേണ്ടത് ഒരു ഘടകമല്ലേ ഈ പകരാതിരിക്കാൻ വേണ്ടി? ഉറപ്പായിട്ടും ഈ ശുചിത്വം എന്നുള്ളതിനേക്കാളും കൂടുതൽ ശുചിത്വം ഡെഫിനറ്റ്ലി നമ്മുടെ ഹെൽത്തിനെ, ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിലുള്ള നമ്മുടെ പ്രതിരോധ രീതികളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഒഴിവാക്കുന്ന സിറ്റുവേഷൻസാണ്. അതായത് ഒരു അസുഖമുള്ള ഒരാളിൽ നിന്ന് മറ്റേ ആളിലേക്ക് പകരുവാനായിട്ടുള്ള ഈ പറയുന്ന രീതികൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈ ഒരു ഔട്ട് ബ്രേക്ക് ഇങ്ങനെ ഇപ്പോൾ നമുക്കുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 40 പേരോളം മരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ എന്താ പറയുക വളരെ വെന്റിലേഷൻ കുറവായിട്ടുള്ള കാറ്റിൻ്റെ വെന്റിലേഷൻ കുറവായിട്ടുള്ള കെട്ടിടങ്ങളിൽ, അതായത് പബ്ലിക്കായിട്ട് പോയി നിൽക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ക്രൗഡിങ്, വളരെ കൂട്ടമുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഈ പറയുന്ന തുമ്മുമ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ്. ഇത് ഡയറക്റ്റ് തൊടുന്നത് മൂലം ഉണ്ടാകുന്ന ഇതല്ല. പക്ഷേ ഈ പറയുന്ന ഈ ഡ്രോപ്ലെറ്റ്സ് മൂലം
അപ്പോൾ വായുവിൽ കൂടെ ഇത് പകരുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത് വായു സഞ്ചാരമില്ലാത്ത ഈ പബ്ലിക് പ്ലേസ് ആൾക്കാരൊക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിൽക്കുന്നത് അങ്ങനെയുള്ളതിൽ പോകുന്നത് ഒഴിവാക്കുക. പിന്നെ അത് മാത്രമല്ല ക്രൗഡഡ് പ്ലേസസ്, ഇപ്പോൾ ക്രൗഡഡ് പ്ലേസസ് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അസുഖമുണ്ട് എന്ന് തോന്നുന്ന ഒരാൾക്ക്, ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് തോന്നുന്ന കഴിയുന്നതും ഈ പറയുന്ന പബ്ലിക് പ്ലേസിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വീട്ടിൽ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു സസ്പെക്റ്റഡ് ആണ് ഇതുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇപ്പോൾ ഡോക്ടറിനെ കാണുക, അത് ഇതാണ് എന്ന് തോന്നുന്നു, വേറെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിൽക്കാൻ നോക്കുക. ഇത് ഈ പറഞ്ഞ ഒരു 5 days ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ഫീവർ ഇത് സാധാരണ മാറാറാണ് ചെയ്ത്. ഈ പറഞ്ഞ ഫീവറും പനിയുണ്ട്, ശാരീരികമായിട്ടുള്ള കലശലായിട്ട് വേദന ഉണ്ടാകും, ജലദോഷമുണ്ടാകും, തുമ്മലുണ്ടാകും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ട് ഈ പറയുന്ന ഒരു അഡ്വൈസ് വാങ്ങിക്കുക. ഇതാണ് ഇങ്ങനെ ഒരു അസുഖമാണ് എന്ന് ഒരു ക്ലിനിക്കലി ഡോക്ടറിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വീട്ടിലിരിക്കുക. കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ആ റിസ്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ ആവശ്യമുണ്ട്. ബാക്കി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും IP ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അല്ലാത്ത സിറ്റുവേഷൻസിൽ വീട്ടിൽ തന്നെ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള ഒരു കോണ്ടാക്ട്സ് ഇല്ലാത്ത രീതിയിൽ ബാക്കിയുള്ളവരുമായിട്ട്, കാരണം ഈ ഡ്രോപ്ലെറ്റിൽ കൂടെയുള്ള ട്രാൻസ്മിഷനാണ്. പിന്നെ ഇൻ കേസ് അങ്ങനെ പബ്ലിക്കായിട്ട് പോകേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കർച്ചീഫ് ഉപയോഗിച്ച് തന്നെ ഈ ചുമയ്ക്കുകയാണെന്നുണ്ടെങ്കിലും തുമ്മുകയാണെന്നുണ്ടെങ്കിലും ഈ ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കുന്ന രീതിയിൽ കർച്ചീഫ് ഉപയോഗിച്ച് തന്നെ, സാധാരണ നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ റോഡിൽ തുപ്പുകയും ഈ പറയുന്ന ചീറ്റിയിടുകയും ചെയ്യുന്നത് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നമ്മളിവിടെ, പ്രത്യേകിച്ച് കേരളത്തിനെ സമയത്തോളം ആൾക്കാരിൽ പലരും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് മൂലം ഈ ഒരു അസുഖമുണ്ട് എങ്കിൽ നമ്മൾ ബാക്കിയുള്ള പലർക്കും നമ്മൾ ഈ പറയുന്ന അസുഖം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ പൊതുജനാരോഗ്യത്തിന് വളരെ പ്രശ്നമുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ ഒരു അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ കർച്ചീഫ് ഉപയോഗിച്ച് ഈ പറയുന്ന ചുമയ്ക്കുമ്പോഴത്തേക്കും ഈ കണികകൾ വെളിയിൽ വരാത്ത രീതിയിൽ, അപ്പോൾ ഈ പറഞ്ഞ മൂക്ക് ചീറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കർച്ചീഫ് ഉപയോഗിച്ച് തന്നെ ചെയ്യുകയും ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ വെളിയിലൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഫേസും ഈ പറയുന്ന കൈയൊക്കെ നല്ലോണം സോപ്പ് കഴിച്ച് കഴുകുക. കാരണം ഈ ഡ്രോപ്ലെറ്റ്സ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തോ ഇതൊക്കെ നമ്മൾ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഈ പറയുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് പ്രതിരോധിക്കാം. പിന്നീടുള്ള പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിരോധ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിനുണ്ട്. അപ്പോൾ പലതിനും പല ഇതാണ്. നമ്മുടെ സ്വൈൻ ഫ്ലൂവിന് വേറെ ഈ പറയുന്ന വാക്സിനുണ്ട്. ഈ പറയുന്ന സാധാരണ നമ്മുടെ സീസണൽ ഫ്ലൂവിന് പ്രത്യേക വാക്സിനുണ്ട്. ഇപ്പോൾ സീസണൽ ഫ്ലൂവിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ സീസണലാണ് നേരത്തെ പറഞ്ഞ പോലെ ജനിതകമായിട്ടുള്ള പല വ്യത്യാസങ്ങൾ, ജനറ്റിക്കായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എവരി ഇയർ നമ്മളത് മാറ്റി ഇത് ചെയ്യുക. കാരണം വെച്ചാൽ ലോകാരോഗ്യ സംഘടന ഓരോ വർഷവും ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള ഈ പറയുന്ന വൈറസുകളാണ് ബാധിക്കുന്നത് എന്നുള്ളതിന് ഒരു ഇതുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർഷവും ഈ പറഞ്ഞ ഈ ഇൻഫ്ലുവൻസ വാക്സിനുകളുടെ ഈ പറഞ്ഞ കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇതനുസരിച്ച് അപ്പോൾ അവിടുത്തെ നമുക്ക് പ്രിവെയിലിംഗ് ആയിട്ടുള്ള വൈറസിന് എതിരായിട്ടുള്ള, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇതിൻ്റെ പ്രതിരോധം ഏകദേശം ഒരു പ്രാവശ്യം ഇഞ്ചക്ഷൻ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 6 മാസം തൊട്ട് 1 വർഷം വരെ മാത്രമേ അതിൻ്റെ പ്രതിരോധം ഉണ്ടാകൂ. അപ്പോൾ ഓരോ വർഷവും നമുക്ക് ഈ ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ മറ്റേ ടൈപ്പ് ഈ പറയുന്ന വൈറസിന് ഈ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നുള്ളൊരു ഇതില്ല. ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ജനറ്റിക്കായിട്ടുള്ള, അപ്പോൾ H1N1 നമുക്ക് ഈ പറഞ്ഞ സ്വൈൻ ഫ്ലൂവിന് വേറെ വാക്സിനുണ്ട്, സാധാരണ സീസണൽ ഫ്ലൂവിനും വാക്സിനുണ്ട്. അപ്പോൾ ആ വാക്സിൻ എടുക്കുന്ന 2 തരം ഉണ്ട്. നമ്മുടെ കിൽഡായിട്ടുള്ള വാക്സിനുണ്ട്, ഈ പറഞ്ഞ ലൈവ് അറ്റീനേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ. ഈ കിൽഡായിട്ടുള്ള ഇനാക്ടിവേറ്റഡ് വാക്സിൻ നമ്മൾ ഇഞ്ചക്ഷനായിട്ട് എടുക്കും. മറ്റേ ലൈവ് ആയിട്ടുള്ള വാക്സിൻ നമ്മൾ ഈ പറഞ്ഞ സ്പ്രേ രീതിയിൽ നേസൽ ഇതായിട്ടാണ് എടുക്കുന്നത്. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ചെക്റ്റബിൾ ഫോമാണ് ഏറ്റവും കൂടുതൽ. ഈ ഇഞ്ചെക്റ്റബിൾ ഫോം നമുക്ക് സാധാരണ ഈ പറയുന്ന 6 മാസം തൊട്ടുള്ള കുട്ടികൾക്ക്, 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ലൈവ് വാക്സിൻ നമുക്ക് ഈ പറയുന്ന 2 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ ഈ റിസ്ക് ഇല്ലാത്തവർ, അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഹൈ റിസ്ക് പീപ്പിളിൽ
ഈ പറഞ്ഞ ലൈവ് വാക്സിൻസ് ഒരിക്കലും ഇൻഡിക്കേറ്റഡ് അല്ല. പ്രത്യേകിച്ച് പ്രഗ്നൻസി അങ്ങനെയുള്ളവരിലൊന്നും ഈ പറഞ്ഞ ലൈവ് വാക്സിൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ബാക്കിയുള്ള എക്സ്പോഷർ, അതായത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഇൻഫ്ലുവൻസയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച എടുക്കും മിനിമം നമ്മുടെ ഈ പറഞ്ഞ അതിനോടുള്ള പ്രതിരോധം ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻഡമിക് പ്രതീക്ഷിക്കുകയാണ്, ഇപ്പോൾ വരാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഉപയോഗപ്രദമാകും. ഏകദേശം 70 തൊട്ട് 90% അതിന് ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡോക്ടർ, ഈ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു. ഈ മരുന്ന് കഴിക്കുന്നത് കൂടാതെ ഇപ്പോൾ ചിലപ്പോൾ പനി വരുമ്പോൾ വെള്ളം കുടിക്കണം, അങ്ങനെ പലരും പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഈ അല്ല, അത് ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സപ്പോർട്ടീവ് മെഷേഴ്സ്, നമ്മുടെ ആരോഗ്യം, ബാക്കിയുള്ള ശരീരാരോഗ്യം ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ആഹാര രീതിയിലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ദഹിക്കുന്ന രീതിയിലുള്ള ഫുഡും ഈ പറയുന്ന ഇഷ്ടംപോലെ വെള്ളം കുടിക്കേണ്ടതും, ഏതൊരു വൈറൽ അസുഖം വന്നു കഴിഞ്ഞാലും നമ്മളത് ഇത് ചെയ്യേണ്ടതാണ്. നമ്മുടെ ബാക്കിയുള്ള ഓവറോൾ നമ്മുടെ ഈ പറഞ്ഞ ആരോഗ്യം കുറയുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രീഷനും കുറയുകയാണ്, ഈ പറഞ്ഞ ഹൈഡ്രേഷനും കുറയുകയാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല പനികളുടെയും കാരണം കൊതുക് സാന്നിധ്യം പറയാറുണ്ട്. ഈ ഒരു സാന്നിധ്യം ഈ ഒരു അസുഖത്തിനും എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഇല്ല. ഇത് നമ്മുടെ കൊതുക് ജന്യ രോഗമല്ല. നമ്മുടെ ഡെങ്കി, ചിക്കുൻഗുനിയ ഈ പറഞ്ഞ അതുപോലുള്ള അസുഖങ്ങളാണ് നമ്മൾ കൊതുക് ജന്യമായിട്ട് പറയുന്നത്, പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത്. അപ്പോൾ ആ കൊതുക് ജന്യമായിട്ടുള്ളതിൽ നമ്മുടെ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ കൊതുക് കടി കൊള്ളാതെയും കൊതുകിനെ വിമുക്തമാക്കുകയും ചെയ്യുന്ന ഇതാണ്. ഇത് മനുഷ്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് മനുഷ്യനിലേക്ക് പകരുന്നത്, അതായത് ത്രൂ ഡ്രോപ്ലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇത് ചെയ്ത പോലെ നമ്മുടെ ബാക്കിയുള്ള പരിസര ശുചിത്വം ഈ പറയുന്ന മസ്കിറ്റോ ബോൺ ഡിസീസിന് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഡെങ്കി വളരെയധികം ഈ പറയുന്ന ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വളരെ ഈവൻ നോക്കി കഴിഞ്ഞാൽ ഹൗസ് സർജൻസും ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ അഫക്റ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഡ്യൂട്ടിയുടെ ഈ ഡോക്ടേഴ്സ് റൂമുകളെല്ലാം കവിഞ്ഞ് അവരെല്ലാം വാർഡിലൊക്കെയാണ് ഇപ്പോൾ അഡ്മിറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഡെങ്കി ഇപ്പോഴും ഇതുണ്ട്. അത് കൊതുക് ജന്യമായിട്ടുള്ള രോഗങ്ങൾക്ക് നമുക്ക് കൊതുകിൻ്റെ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കൊതുക് ജന്യമായിട്ടുള്ളതല്ല, ഡയറക്റ്റായിട്ടുള്ള ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ മാനേജ് ചെയ്യാൻ. വളരെയധികം നന്ദി ഡോക്ടർ, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. ഇൻഫ്ലുവൻസ എന്ന രോഗത്തെക്കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രിവെൻറ്റീവ് ക്ലിനിക്കിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത് ചക്രവർത്തിയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന്. മറ്റൊരു വാർത്തയിലേക്ക്. പക്ഷാഘാതം മദ്യപാനാസക്തി കൂട്ടുമെന്ന് ഗവേഷകർ. പക്ഷാഘാതം മൂലം തലച്ചോറിൽ വരുന്ന മാറ്റങ്ങൾ മൂലമാണ് മദ്യം കഴിക്കാൻ തോന്നുന്നതെന്ന് പഠനത്തിൽ തെളിഞ്ഞു. പക്ഷാഘാതത്തിന് കാരണം മദ്യപാനമെന്ന് നേരത്തെ സർവകലാശാല നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരുന്നു. ഇതുകൂടാതെയാണ് പക്ഷാഘാതത്തിന് ശേഷവും മദ്യപാനശീലം വർദ്ധിക്കുമെന്നും തെളിഞ്ഞിരിക്കുന്നത്. ടെക്സാസ് ആൻഡ് എം സർവകലാശാലയിലാണ് പഠനം നടത്തിയത്. പക്ഷാഘാതം വന്ന ശേഷം 5 മുതൽ 1 മാസം വരെയുള്ള സമയത്ത് മദ്യം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ മാറ്റം മൂലമാണെന്നും പഠനത്തിൽ കണ്ടെത്തി. സംസ്ഥാനത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് വീടുകളിൽ നേരിട്ട് പരിശോധന നടത്തും. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ രോഗികൾ സമൂഹത്തിലുണ്ടെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്ഷയരോഗ ലക്ഷണങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ വിവരങ്ങൾ മാത്രമാണ് ആരോഗ്യവകുപ്പിൻ്റെ കൈവശം ഇപ്പോഴുള്ളത്. 1 ലക്ഷം ആളുകളിൽ 60 മുതൽ 70 വരെ ക്ഷയരോഗബാധിതർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്ത രോഗികളെ കണ്ടെത്തി ഇവരുടെ ബന്ധുക്കൾ, അടുത്തിടപഴകുന്നവർ എന്നിവരെയാകും ആദ്യം പരിശോധിക്കുക. ഇടുക്കി, വയനാട് ജില്ലകളിലാണ് പദ്ധതിയുടെ തുടക്കം. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളെ കീഴടക്കാൻ കരുത്തുകൂടിയ മരുന്ന് വികസിപ്പിക്കാൻ ഒരുങ്ങി അമേരിക്കൻ ഗവേഷകർ. പക്ഷാഘാതം മദ്യപാനാസക്തി കൂട്ടുമെന്ന് ഗവേഷകർ. പക്ഷാഘാതം മൂലം തലച്ചോറിൽ വരുന്ന മാറ്റങ്ങൾ മദ്യം കഴിക്കാൻ തോന്നിപ്പിക്കുമെന്ന് പഠനം. സംസ്ഥാനത്ത് ക്ഷയരോഗികളെ കണ്ടെത്താൻ വീടുകൾ തോറും പരിശോധന നടത്താൻ ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ്. രോഗസാധ്യത ഉള്ളവരുടെ പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരും. ആരോഗ്യ വാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. amrthatv.com/health സന്ദർശിക്കുക.
യൂട്യൂബിൽ കാണാൻ youtube.com/Amrita TV സന്ദർശിക്കുക. ആരോഗ്യ വാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.